ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 47ാമത്തെ ക്ലാസ്സാണ്. 559ാമത്തെ നാമം മുതൽ 571 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്ന് പറയുന്നത്. നാമം 559 താംബൂലപൂരിതമുഖി. ഓം താംബൂലപൂരിതമുഖ്യൈ നമഃ. താംബൂല അധികം പൂരിത അധികം മുഖി എന്ന് പദം പിരിക്കാം. സാധാരണ അർത്ഥത്തിൽ താംബൂലമെന്നാൽ വായിലിട്ട് ചവയ്ക്കുന്ന ചുണ്ണാമ്പ്, പാക്ക് എന്നിവ ചേർത്ത വെറ്റില ചുരുളാണ്. ഇവിടെ ദേവിയുടെ താംബൂലം ഏല, ലവംഗ, കർപ്പൂര, കസ്തൂരി, കേസരാദിഭിഃ ജാതീഫലദലൈ പുകൈർലാംഗല്യൂഷണ നാഗരൈഃ ചൂർണൈ ഖദിരസാരൈശ്ച യുക്ത കർപ്പൂരവീടിക എന്ന ലക്ഷണപ്രകാരം ഏലം, ഇലവർങ്ങം, കർപ്പൂരം, കസ്തൂരി, ജാതിപത്രി, അടയ്ക്ക തുടങ്ങിയവ ചേർത്തുണ്ടാക്കിയ കർപ്പൂരവീടിക എന്ന സുഗന്ധ മുറുക്കാൻ ആണ്. താംബൂലം കൊണ്ട് പൂരിതമായ മുഖമുള്ളവൾ അഥവാ താംബൂല ചർവണം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. താംബൂല ചർവണം ചെയ്യുക എന്നാൽ സുഗന്ധ മുറുക്കാൻ എപ്പോഴും വായിലിട്ട് ചവയ്ക്കുന്നവൾ. ലളിതാ സഹസ്രനാമത്തിലെ 26ാമത്തെ നാമം കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര എന്നാണല്ലോ. ദേവി വായിലിട്ട് ചവയ്ക്കുന്ന താംബൂലത്തിൻ്റെ പരിമളം കൊണ്ട് ദിഗ്ദേവതകൾ ആകൃഷ്ടരായിത്തീരുന്നു. താംബൂലത്തിൻ്റെ ഉച്ഛിഷ്ടം കിട്ടാൻ ആഗ്രഹത്തോടുകൂടി ദിഗ്ദേവതകൾ ചുറ്റും നിൽക്കുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. കൂടാതെ ശ്രീ ലളിത ത്രിശതി സ്തോത്രത്തിലെ 14ാമത്തെ നാമം കർപ്പൂര വീടി സൗരഭ്യ കല്ലോലിത കകുപ്തട എന്നാണ്. ദേവി ആസ്വദിക്കുന്ന കർപ്പൂര വീടികയുടെ സൗരഭ്യം കകുപ്തടങ്ങളെ കല്ലോലിതമാക്കുന്നു എന്നർത്ഥം. അതായത് ആ സുഗന്ധം കടലിലെ തിരകൾ പോലെ ദിഗന്ധരങ്ങളിൽ വ്യാപിച്ച് പ്രപഞ്ചമാകെ സുഗന്ധിയായിത്തീരുന്നു. ദേവിയുടെ വായിൽ നിന്ന് ഈ ദിവ്യ താംബൂലരസം അല്പം തെറിച്ചു വീണ ഉടനെ മൂകനായ ബ്രാഹ്മണൻ മഹാകവിയായി. അദ്ദേഹം രചിച്ചതാണ് മൂക പഞ്ചശതി എന്ന സ്തോത്രം. ദേവിയുടെ താംബൂലരസം ലഭിച്ചിട്ടാണ് കാളിദാസനും മഹാകവിയായതെന്ന് വ്യാഖ്യാനമുണ്ട്. നാമം 560 ദാഡിമി കുസുമപ്രഭ. ഓം ദാഡിമി കുസുമപ്രഭായൈ നമഃ. ദാഡിമി അധികം കുസുമ അധികം പ്രഭ എന്ന് പദം പിരിക്കാം. ദാഡിമി കുസുമം എന്നാൽ മാതളത്തിൻ്റെ പൂക്കൾ. ഫലമില്ലാതെ പൂവ് മാത്രമുണ്ടാകുന്ന ഒരുതരം മാതളമാണ് ദാഡിമം. അതിൻ്റെ പൂക്കൾ സാധാരണ ചുവപ്പല്ല, വളരെ മനോഹാരിതയുള്ള ചുവപ്പ് നിറമാണ്. അപ്പോൾ ദാഡിമി കുസുമത്തിൻ്റെ നിറത്താൽ അതിമനോഹരമായ ദേഹകാന്തിയോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 561 മൃഗാക്ഷി. ഓം മൃഗാക്ഷ്യൈ നമഃ. മൃഗ അധികം അക്ഷി എന്ന പദം പിരിക്കാം. മൃഗം എന്നാൽ മാൻ. മാനിൻ്റേതുപോലെ നീളവും ഭംഗിയും ചലിക്കുന്നതുമായ കണ്ണുകളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അതായത് സുന്ദരി. പേടമാനിൻ്റെ കണ്ണുകളോട് സുന്ദരിമാരെ ഭാരതീയ കവികൾ ഉപമിക്കാറുണ്ട്. സുന്ദരമായതെന്നു മാത്രമല്ല, മുന്നിലുള്ളതെല്ലാം കാണാൻ കഴിയുന്ന വിശേഷ ഗുണവും അവയ്ക്കുണ്ട്. ഭയന്നു നോക്കുന്ന പോലെയുള്ള കാതരഭാവവും മാനിൻ്റെ കണ്ണുകൾക്കുണ്ട്. ഇതെല്ലാം സ്ത്രീകൾക്കും ഭംഗി നൽകുന്നു. മൃഗ എന്ന പദത്തിന് അന്വേഷണമെന്നും അർത്ഥമുണ്ട്. എല്ലായ്പ്പോഴും എല്ലായിടത്തും വ്യാപിക്കുന്ന കണ്ണുകളാണ് ദേവിക്ക്. തൻ്റെ ഭക്തന് എപ്പോഴെല്ലാം കരുണാകടാക്ഷം ആവശ്യമുണ്ടോ
അവിടെയെല്ലാം ദേവിയുടെ കണ്ണുകൾ ചെന്നെത്തുന്നു. സർവസാക്ഷിണിയാണ് ദേവി, ഭക്തരെ ആകർഷിക്കുന്ന നോട്ടമുള്ളവൾ. ലളിത ത്രിശതി സ്തോത്രത്തിൽ ഹരിണേക്ഷണ എന്നും സ്തുതിക്കുന്നു. 103 നാമം. ഹരി പേടമാൻ, ഈക്ഷണം നോട്ടം. ഭക്തരെ ആകർഷിക്കുന്ന നോട്ടത്തോടു കൂടിയവൾ. സ്ഥൂലരൂപ വർണ്ണനയിൽ ദേവിയുടെ സൗന്ദര്യമാണ് വ്യംഗ്യമായി സൂചിപ്പിച്ചിരിക്കുന്നത്. നാമം 562 മോഹിനി. ഓം മോഹിന്യൈ നമഃ. മോഹിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. ജഗത്തിനെ മോഹിപ്പിക്കുന്നതിനാൽ ദേവിക്ക് മോഹിനി എന്നു പേരുണ്ടായി. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 2 മോഹിനിമാരെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം ബ്രഹ്മാവ് പരാശക്തിയെ ധ്യാനിച്ചു. അതിൽ നിന്നും ദേവന്മാർക്ക് ഇഷ്ടസിദ്ധി നൽകുന്ന പ്രകൃതിയായി മോഹിനിയായി ദേവി അവതരിച്ചു. രണ്ടാമതായി പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അമൃതം അസുരന്മാർ അപഹരിച്ചത് വീണ്ടെടുക്കുവാൻ മഹാവിഷ്ണു ദേവിയെ ധ്യാനിച്ച് മോഹിനി രൂപം സ്വീകരിച്ചു. ആ മോഹിനി രൂപം കണ്ടിട്ട് കാമാരിയായ സർവജ്ഞനായ ശ്രീ പരമേശ്വരൻ പോലും മോഹിച്ചു പോയതായി പുരാണങ്ങൾ പറയുന്നു. മായയാൽ ലോകത്തെയും തൻ്റെ സൗന്ദര്യത്താൽ കാമേശ്വരനെയും മോഹിപ്പിച്ചവൾ എന്നും മഹാവിഷ്ണു ധരിച്ച മോഹിനി രൂപത്തിന് കാരണഭൂതയായവൾ എന്നും അർത്ഥമുണ്ട്. മഹാവിഷ്ണു ധരിച്ചത് ദേവിയുടെ അതിസുന്ദര രൂപമാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ദേവി മഹാത്മ്യത്തിൽ 1-ാം അധ്യായത്തിൽ തന്നാത്ര വിസ്മയക്കാര്യോ യോഗനിദ്ര ജഗത്പദേ മഹാമായ ഹരേശൈത തയാ സമ്മോഹൃതേ ജഗത് ജ്ഞാനിനാം അഭിചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയശ്ചതി എന്ന് സ്തുതിക്കുന്നു. മഹാമായ ജഗത്പതിയായ ഹരിയുടെ യോഗനിദ്രയാണ്. ഈ മഹാമായ ജഗത്തിനെ ആകെ മോഹിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ 7-ാം അധ്യായം 14-ാം ശ്ലോകത്തിൽ ദൈവീ ഹേഷ്യാ ഗുണമയീ മമ മായ തുരത്യയാ മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ എന്ന് ഭഗവാൻ പറയുന്നു. ദിവ്യയും ഗുണമയിയുമായ എൻ്റെ ഈ മായയെ അതിക്രമിക്കാൻ വളരെ പ്രയാസമാണ്. ആര് എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ ഈ മായയെ തരണം ചെയ്യുന്നു. പരമശിവനിൽ നിന്നും വരം ലഭിച്ച പത്മാസുരൻ വരത്തിൻ്റെ പ്രഭാവം എത്രയുണ്ടെന്ന് മഹാദേവനോട് തന്നെ പരീക്ഷണം നടത്താൻ ആരംഭിച്ചപ്പോഴും മോഹിനി രൂപമാണ് അസുരനെ മോഹിപ്പിച്ചതും ശിവഭഗവാനെ രക്ഷിച്ചതും. യസ്മാദിദം ജഗത് സർവം ത്വയാ സുന്ദരി മോഹിതം മോഹിനീത്യേവ തേ നാമ സ്വഗുണോത്തം ഭവിഷ്യതി എന്ന് ലഘുനാരദീയ പുരാണത്തിലും പറയുന്നു. ലോകത്തെ മോഹിപ്പിക്കുന്നവളാകയാൽ സ്വഭാവമനുസരിച്ച് മോഹിനി എന്ന പേരുണ്ടാകുമെന്നും പറയുന്നു. പ്രവര എന്ന നദിയുടെ തീരത്തുള്ള നിവാസപുരം എന്ന ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി മോഹിനിയാണെന്ന് പറയപ്പെടുന്നു. നാമം 563 മുഖ്യ. ഓം മുഖ്യായൈ നമഃ. മുഖം എന്നാൽ ആദി, മുഖ്യ എന്നാൽ ആദ്യമായി എല്ലാത്തിനും മുമ്പേ ഉണ്ടായവൾ എന്നാണ് അർത്ഥം. മുഖ്യ എന്ന പദത്തിന് പ്രഥമം, ശ്രേഷ്ഠം, പ്രധാനം, ഉത്തമം എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട്. മുഖേ സർവാദൗ ഭവാമുഖ്യ എന്നാണ് നിർവചനം. എല്ലാത്തിനും മുമ്പുണ്ടായവൾ, പ്രഥമയായവൾ. അഹം അസ്മി പ്രഥമജ ഋതസ്യ എന്ന് തൈത്തിരീയ ഉപനിഷത്തും പറയുന്നു. പ്രധാനപ്പെട്ടവൾ, മറ്റ് ദേവതകളെ തൻ്റെ അംഗങ്ങളായും ആവരണമായും നിയോഗിക്കുന്നവൾ. മറ്റ് ദേവതമാരേക്കാൾ ശ്രേഷ്ഠയായവളാണ് ദേവി. ലോകങ്ങളെല്ലാം ദേവിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ
മുഖ്യ എന്ന നാമം. സർവ വസ്തുക്കളുടെയും ഉത്ഭവത്തിന് മുമ്പ് തന്നെ ഉള്ളവളാണ് ദേവി എന്നർത്ഥം. എല്ലാവരിലും വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളവൾ, ആദി കാരണയായവൾ, എല്ലാറ്റിനും ആദിയിൽ ഉത്ഭവിച്ചവൾ എന്നും അർത്ഥമുണ്ട്. മുഖത്തിൽ, അതായത് ആദ്യമായി ഉണ്ടായവൾ എന്നും വ്യാഖ്യാനം കാണുന്നു. മുഖം എന്നാൽ സർവത്തിനും ആദിയായത്. നാമം 564 മൃഡാനി. ഓം മൃഡാന്യൈ നമഃ. മൃഡ അധികം ആനി എന്ന പദം പിരിച്ചു കാണുന്നു. മൃഡ എന്നാൽ സുഖം, ആനി എന്നാൽ പ്രദായിനി, തരുന്നവൾ. മൃഡൻ എന്നാൽ പരമശിവനാണ്, അതായത് സുഖത്തെ പ്രദാനം ചെയ്യുന്നവൻ. മൃഡാനി എന്നാൽ സുഖപ്രദനായിരിക്കുന്ന പരമശിവൻ്റെ പത്നി എന്നാണ് അർത്ഥം. ദേവി എപ്പോഴും എല്ലാവർക്കും സുഖം നൽകുന്നവളുമാണ്. നാമം 565 മിത്രരൂപിണി. ഓം മിത്രരൂപിണ്യൈ നമഃ. മിത്രൻ എന്നാൽ സൂര്യനെന്നും സുഹൃത്തെന്നും ബന്ധുവെന്നും അർത്ഥമുണ്ട്. ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ് മിത്രൻ. അപ്പോൾ ദ്വാദശാദിത്യന്മാരുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ് എന്നാണ് സൂചന. സൂര്യൻ പ്രപഞ്ചത്തിനു മുഴുവൻ ബന്ധുവാകയാൽ ലോകബന്ധു എന്ന പദത്തിന് സൂര്യനെന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ മിത്രരൂപിണി എന്ന നാമത്തിന് ബന്ധുസ്വരൂപയെന്നും വ്യാഖ്യാനം കാണുന്നു. ദേവിയുടെ ശക്തി ചൈതന്യമാണ് സൂര്യനായി ജ്വലിക്കുന്നത്. ആദിത്യൻ്റെ കലകളാണ് ലളിതാ സഹസ്രനാമത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ലോകത്തിനു മുഴുവൻ നന്മ ചെയ്യുന്നവളാകയാൽ ദേവി മിത്രരൂപിണിയാണ്. ശ്രീവിദ്യാതന്ത്രമനുസരിച്ച് അഗ്നി ശിവനെയും ചന്ദ്രൻ ദേവിയെയും സൂര്യൻ ഇവ രണ്ടും കൂടി ചേർന്നുള്ളതിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ മിത്രരൂപിണി എന്നത് ഇവ മൂന്നും ചേർന്നുള്ള ഏകീകൃത രൂപമാണ്. മിത്രരൂപിണി എന്ന നാമത്തിന് സുഹൃത്തായവൾ എന്ന നാമമാണ് ഏറ്റവും ഉചിതമായതെന്നും വ്യാഖ്യാനമുണ്ട്. നാമം 566 നിത്യതൃപ്ത. ഓം നിത്യതൃപ്തായൈ നമഃ. നിത്യ അധികം തൃപ്ത. എന്നും തൃപ്തയായവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. നിത്യ എന്ന പദത്തിന് ആനന്ദമെന്നും ഒരു അർത്ഥമുണ്ട്. സ്വന്തം ആനന്ദത്തിൽ തൃപ്തയായിരിക്കുന്നവളെന്നും സദാ സന്തുഷ്ടയായിരിക്കുന്നവളെന്നും നാമത്തിന് അർത്ഥം കൽപ്പിച്ച് കാണുന്നു. നിത്യവസ്തുവായ മരണമില്ലാത്ത ആത്മാവിൽ തൃപ്തിപ്പെടുന്നവളാണ് ദേവി. എല്ലായ്പ്പോഴും ഭക്തന്മാരിൽ തൃപ്തിയോടുകൂടിയവൾ. ആഗ്രഹം സാധിക്കുമ്പോൾ മനസ്സിന് മതി എന്ന തോന്നലുണ്ടാകുന്നു, അതാണ് തൃപ്തി. എന്നാൽ മനുഷ്യർക്ക് ഒരാഗ്രഹം സാധിക്കുമ്പോൾ അടുത്ത ആഗ്രഹം ഉടലെടുക്കും. ദേവിയുടെ കാര്യത്തിൽ സർവപ്രപഞ്ചങ്ങളുടെയും സൃഷ്ടികർത്താവായും രക്ഷകർത്താവായും നിലകൊള്ളുന്ന ദേവിക്ക് ആഗ്രഹങ്ങളേയില്ല. ദേവി എന്നും എല്ലായ്പ്പോഴും തൃപ്തയാണ്. പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയായ ഭഗവാനോട് അങ്ങ് വരങ്ങൾ നൽകാൻ കരുണ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിലുള്ള കാമത്തിൻ്റെ ബീജങ്ങൾ മുളയ്ക്കാതെ തന്നെ നിശേഷം കരിഞ്ഞു പോകേണ്ടതിന് മതിയായ അനുഗ്രഹരൂപമായ വരം ഞാൻ അങ്ങയിൽ നിന്ന് വരിക്കുന്നേൻ എന്ന് പറഞ്ഞു. ശ്രീമദ് ഭാഗവതം 7ാം സ്കന്ധം 10ാം അധ്യായത്തിൽ പറയുന്നു, യതിരാസീശ മേകാമാൻ വരാംസ്ത്വം വരദർഷഭ കാമാനാം ഹൃദ്യസംരോഹം ഭവതസ്തു വൃണേ വരം. പ്രഹ്ലാദൻ്റെ തൃപ്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നാമം 567 ഭക്തനിധി. ഓം ഭക്തനിധയേ നമഃ. ഭക്ത അധികം നിധി, ഭക്തന്മാർക്ക് നിധിയായിട്ടുള്ളവൾ.
നിധി എന്നാൽ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ, അതായത് സമ്പത്തിൻ്റെ ശേഖരമാണ്. സ്വർണം, രത്നം മുതലായവ ഇതിൽപ്പെടും. ഭക്തന്മാർക്ക് നിധിയായിട്ടുള്ളവൾ എന്നു പറയുമ്പോൾ ഭക്തന്മാർക്ക് സമ്പത്ത് നൽകുന്നവൾ എന്നും മോക്ഷമാർഗം കാട്ടുന്നവൾ എന്നും അർത്ഥമുണ്ട്. ദേവി ഭക്തന്മാരുടെ നിധിയാണ്. ഭക്തൻ ആവശ്യപ്പെടാതെ തന്നെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അവന് ലഭ്യമാകുന്നു. അനേകം ഭക്തജനങ്ങളാകുന്ന നിധി സ്വന്തമായുള്ളവളെന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു. ലളിതാ സഹസ്രനാമത്തിലെ തന്നെ 989 നാമം വാഞ്ചിതാർത്ഥ പ്രദായിനി എന്നാണല്ലോ. ഭക്തനാൽ ആഗ്രഹിക്കപ്പെട്ട അർത്ഥങ്ങളെ, അതായത് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. ഭക്തൻ ആഗ്രഹിച്ചില്ലെങ്കിലും ദേവി അവന് ആവശ്യമുള്ളതെല്ലാം നൽകുന്നുവെന്നും വ്യാഖ്യാനമുണ്ട്. ഭക്തന് സർവാഭീഷ്ടപ്രദമായ നിക്ഷേപമായിട്ടുള്ളവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 568 നിയന്ത്രീ. ഓം നിയന്ത്രിയൈ നമഃ. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദേവി. നിഖില നിയാമകത്വം കൊണ്ട് നിയന്ത്രി എന്ന പേരുണ്ടായി. അതനുസരിച്ച് ജഗത്തിനെ നിയമിക്കുന്നവൾ എന്ന് വ്യാഖ്യാനം കാണുന്നു. നിയമിക്കുക എന്നാൽ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുക എന്നാണ് അർത്ഥം. ലോകം ഈ നിലയിൽ നിൽക്കുന്നത് ജഗദീശ്വരിയുടെ ആജ്ഞാശക്തിയിലാണെന്ന് താൽപ്പര്യം. യുഗങ്ങൾ അനുസരിച്ചുള്ള ധർമ്മവും ജീവിത രീതികളും ഉറപ്പാക്കി തൻ്റെ സൃഷ്ടികളെ ദേവി നിയന്ത്രിക്കുന്നു. സർവപ്രപഞ്ചങ്ങളിലും നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും മഹാദേവിയുടെ നിയന്ത്രണത്തിലാണ്. പരാശക്തി സ്വരൂപിണിയായ ബ്രഹ്മത്തെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും ഇന്ദ്രൻ്റെ ശാസനകളും മൃത്യുദേവൻ ചുറ്റി നടക്കുന്നതും എല്ലാം മഹാദേവിയുടെ ആജ്ഞ പാലിക്കുന്നതിനാണ് എന്ന് തൈത്തിരീയോപനിഷത്ത് പറയുന്നു. ഭീഷാസ്മാത് വാതപവതേ ഭീഷോ ദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർത്ഥാവതി പഞ്ചമഃ. ഒന്നുകൂടെ പറയാം. ഭീഷാസ്മാത് വാതപവതേ ഭീഷോ ദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർത്ഥാവതി പഞ്ചമഃ. നാമം 569 നിഖിലേശ്വരി. ഓം നിഖിലേശ്വര്യൈ നമഃ. പ്രപഞ്ചത്തിനു മുഴുവൻ ഈശ്വരിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നിഖിലം എന്നാൽ ഒന്നും ബാക്കിയില്ലാതെ മുഴുവനും എന്നും നിശേഷമെന്നുമാണ് അർത്ഥം. നീ അധികം ഖിലം സമം നിശേഷം. അപ്പോൾ ദേവി സകല ചരാചരങ്ങളുടെയും അധീശ്വരിയാണ്. അഖിലേശ്വരി എന്ന് പറയുന്നത് പോലെയാണ് നിഖിലേശ്വരി എന്ന നാമത്തിൻ്റെയും അർത്ഥം. ഈശ്വരി എന്ന പദം കുണ്ടലിനി ശക്തിയെയും സൂചിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാനമുണ്ട്. സർവപ്രാണികളിലും കുണ്ടലിനി രൂപത്തിൽ കുടികൊള്ളുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു. ഇനി നാമം 570 മൈത്രിയാദിവാസന ലഭ്യ. ഓ മൈത്രിയാദിവാസന ലഭ്യായൈ നമഃ. മൈത്രി അധികം ആദി അധികം വാസന അധികം ലഭ്യ എന്ന് പദം പിരിക്കാം. മൈത്രി തുടങ്ങിയ സദ്വാസനകളാൽ ലഭ്യമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. മൈത്രി, കരുണ, മുദിതം അതായത് സന്തോഷം, ഉപേക്ഷ അതായത് അവഗണന എന്നിവയാണ് 4 വാസനകൾ. സുഖമായി ജീവിക്കുന്നവരോട് അസൂയ തോന്നാതെ മൈത്രീഭാവം പുലർത്തുകയും ദുഃഖിതരിൽ കരുണ കാട്ടുകയും യോഗികളോടും മറ്റും പുച്ഛം തോന്നാതെ മോദം അഥവാ സന്തോഷം തോന്നുകയും പാപികളോട് സഹവസിക്കാതെ ഉപേക്ഷ അതായത് അവഗണന കാട്ടുകയും ചെയ്താൽ
പ്രീതിപ്പെടുന്നവളാണ് ദേവി. മേൽപ്പറഞ്ഞ 4 ഗുണങ്ങളും ശീലിക്കുന്നവർക്ക് മനഃശുദ്ധി വരികയും അപ്പോൾ ദേവിയെ കാണാൻ കഴിയുകയും ചെയ്യുമെന്ന് സാരം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭക്തിയോഗം എന്ന 12-ാം അധ്യായത്തിൽ അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ എന്ന് 13-ാമത്തെ ശ്ലോകത്തിൽ ഭക്തന് മനോബുദ്ധി തലങ്ങളിൽ വേണ്ട ഗുണവിശേഷങ്ങളിൽ ഈ മൈത്രിയാദി വാസനകൾ ഉൾപ്പെടുന്നു. അപ്രകാരമുള്ള ഭക്തൻ ഭഗവാന് പ്രിയനാകുന്നു. അതുപോലെ തന്നെ മൈത്രിയാദി വാസനകളാൽ ഭക്തർ ദേവിക്കും പ്രിയപ്പെട്ടവരായി തീരുന്നു. സുഖമായി ജീവിക്കുന്നവരോട് അസൂയ തോന്നാതെ മൈത്രീഭാവം പുലർത്തുകയും ദുഃഖിതരിൽ കരുണ കാട്ടുകയും യോഗികളോടും മറ്റും പുച്ഛം തോന്നാതെ മോദം അഥവാ സന്തോഷം തോന്നുകയും പാപികളോട് സഹവസിക്കാതെ അവഗണന അഥവാ ഉപേക്ഷ കാട്ടുകയും ചെയ്യുന്നതാണ് മൈത്രിയാദി വാസനകളെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഈ വാസനകൾ അനുസരിക്കുന്ന ഭക്തനെ ദേവിക്ക് പ്രിയമാണ്. ദേവിയുടെ കരുണ നമുക്ക് ലഭിക്കുവാൻ ഈ വാസനകളാൽ എളുപ്പമാണ്. മൈത്രീ കരുണാമുദിതോപേക്ഷാണാം സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണാം ഭാവനാസ്തച്ചിത്തപ്രസാദനം എന്ന് പാതഞ്ജല യോഗസൂത്രവും പറയുന്നു. നാമം 571 മഹാപ്രളയസാക്ഷിണി. ഓം മഹാപ്രളയസാക്ഷിണ്യൈ നമ. മഹാപ്രളയ അധികം സാക്ഷിണി. മഹാപ്രളയസാക്ഷിണി എന്നാൽ മഹാപ്രളയത്തിന് സാക്ഷിയാകുന്നവൾ എന്നാണ് അർത്ഥം. പ്രളയമെന്നാൽ പ്രകർഷേണ ലയം. 1000 ചതുയുഗങ്ങൾ ചേർന്ന ഒരു മഹായുഗത്തിന് ഒരു കൽപ്പമെന്ന് പറയുന്നു. അതുതന്നെയാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അതിൻ്റെ അവസാനത്തിലുള്ളതാണ് മഹാപ്രളയം. ദേവിക്ക് ആദിയോ അന്തമോ ഇല്ലാത്തതിനാൽ മഹാപ്രളയത്തെ കണ്ണാലെ കണ്ട് സാക്ഷിയാകുന്നു. മഹാപ്രളയകാലത്ത് ശിവഭഗവാൻ മഹാതാണ്ഡവ നൃത്തം ചെയ്യുന്നു. ഈ സംഹാര താണ്ഡവത്തോടെ എരിഞ്ഞടങ്ങിയ ഭൂമി പ്രളയജലത്തിൽ ലയിക്കുന്നതിന് ഒരേ ഒരു സാക്ഷി ദേവിയാണ്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ദേവന്മാരും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട സകലവും പരമാത്മാവിൽ ലയിക്കുന്നതാണ് മഹാപ്രളയം. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി നാമം 232. മഹാകൽപ്പകാലത്തുണ്ടാകുന്ന മഹാപ്രളയത്തിൽ മഹേശ്വരൻ ചെയ്യുന്ന മഹാതാണ്ഡവ നൃത്തത്തിന് സാക്ഷിയായവൾ എന്ന് അർത്ഥം. ശിവനും ശക്തിയും മാത്രം പ്രളയം കഴിയുമ്പോൾ ശേഷിക്കുന്നു. പ്രകൃതിയുടെയും പുരുഷൻ്റെയും വേഷം ധരിച്ച ശക്തിയുടെയും ശിവൻ്റെയും സംയോഗത്താൽ വീണ്ടും പ്രപഞ്ചമുണ്ടാകുന്നു. 384-ാമത്തെ നാമം നോക്കുക. വിശ്വസാക്ഷിണി എന്നാണ്. പ്രപഞ്ചോൽപത്തി മുതൽ നാശം വരെ എല്ലാത്തിനും സാക്ഷിയായി പരാശക്തിയായ ദേവി മാത്രമേ ഉള്ളൂ. ദേവിയുടെ പതിയായതുകൊണ്ട് മാത്രമാണ് ശ്രീ മഹാദേവന് നാശം സംഭവിക്കാത്തതെന്ന് ശ്രീ ശങ്കരാചാര്യർ പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. സംഭൂതങ്ങളായ എല്ലാ സൃഷ്ടികളും സംഹരിക്കപ്പെടുന്ന ബ്രഹ്മപ്രളയകാലത്തും സതിയായ ദേവിയുടെ പതിയാകയാൽ ശിവൻ തൻ്റെ ലീലകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിലും ശ്രീ ശങ്കരാചാര്യർ ഇപ്രകാരം സ്തുതിക്കുന്നു. ചിതാഭസ്മാലേപോ ഗരളമശനം ദിക്പടധരോ ജടാധാരി കണ്ഠേ ഭുജഗപതിഹാരി പശുപതി കപാലി ഭൂതേശോ ഭജതി ജഗദീശൈക പദവി ഭവാനി ത്വത് പാണിഗ്രഹണ പരിപാടി ഫലമിതം. ഇതിൻ്റെ അർത്ഥം പറയാം. ചിതാഭസ്മം പൂശുന്നവനും വിഷം ഭക്ഷിച്ചവനും ദിക്കുകളാകുന്ന വസ്ത്രം ധരിച്ചവനും സർപ്പങ്ങളെ അണിയുന്നവനും പശുപതിയും കപാലിയും ഭൂതേശനും ആണെങ്കിലും
ശിവൻ ജഗദീശ പദവി ആളുന്നത് അല്ലയോ ഭവാനി നിന്തിരുവടിയെ പാണിഗ്രഹണം ചെയ്തതുകൊണ്ടാണ്. ഇവിടെ ദേവി മാത്രമേയുള്ളൂ സാക്ഷിയായി. ശ്രീപരമേശ്വരൻ താണ്ഡവ നൃത്തം ചെയ്യുന്നു, മഹാപ്രളയത്തിൽ പങ്കെടുക്കുന്നു. എന്നാൽ ദേവി മാത്രം എല്ലാം മാറി നിന്ന് വീക്ഷിക്കുന്നു. പങ്കെടുക്കുന്ന ആൾ സാക്ഷിയല്ല, മാറി നിന്ന് വീക്ഷിക്കുന്നയാൾ ദേവി മാത്രമേ ഉള്ളൂ. 571 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു. ഇനി 572 മുതൽ ഉള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പറയാം, അതായത് 21-ാം തീയതി. ഇത് കേൾക്കുന്ന എല്ലാവരെയും ശ്രീ ലളിതാ പരമേശ്വരി അനുഗ്രഹിക്കട്ടെ. നന്ദി.